ഒരമ്മ അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തൻ്റെ കുഞ്ഞ് തൻ്റെ അഭാവത്തിൽ നരകിക്കരുത് എന്ന് കരുതി ആ കുഞ്ഞിനെ അവർ കൊന്നു. അതിനുശേഷം അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പക്ഷെ പിന്നീട് അവർ ജീവിക്കുന്നു. ഒടുവിൽ കോടതി അവരുടെ ആ ഒരു ക്രൂര മുഖത്തെ കണ്ടുകൊണ്ട് കോടതി അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആ അമ്മയുടെ ആ ശിക്ഷ ഏറ്റുവാങ്ങിയ ആ അമ്മയുടെ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. നമസ്കാരം. ഇവിടെ പറഞ്ഞത് ആ അമ്മയും കുഞ്ഞും യഥാർത്ഥത്തിൽ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മാതൃസ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ ചെയ്തത് കൊലപാതകമാണ്. ന്യായീകരിക്കാവുന്നതാണോ? അല്ല. പക്ഷെ ആ ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒരു ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആ പ്രക്രിയയുടെ അടിയിലേക്ക് പോകുമ്പോൾ കാണുന്നത് ആ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. കാരണം തൻ്റെ അഭാവത്തിൽ ആ കുഞ്ഞ് നരകിക്കരുത്, തൻ്റെ കുഞ്ഞ് വിഷമിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ അമ്മ ആ ക്രൂരതയാണെങ്കിൽ പോലും ചെയ്തത്. ആ ക്രൂരതയുടെ പിന്നിൽ പോലും ആ ഒരു മാതൃഹൃദയത്തെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ശിക്ഷ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശിക്ഷിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ്. ശിക്ഷിക്കുകയും ചെയ്തു, അത് വേറെ വിഷയം. കാരണം ഇത് പറയാൻ കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂക്ഷ്മതലം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് കേരളം നേരിടുന്ന ഒരു മുഖ്യ വിഷയം എന്ന് പറയുന്നത് അമ്മമാർക്ക്, എത്ര ചെറിയ യുവതികളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ചെറിയ പ്രായത്തിലായിക്കോട്ടെ, അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം അവർ അത്രയ്ക്ക് അസ്വസ്ഥമാണ്. നമുക്കറിയാം, നമുക്ക് അസ്വസ്ഥമായ ഒരു മനസ്സിൽ ഒരിക്കലും സ്നേഹം വരില്ല. അതിപ്പോൾ ആരോട് തന്നെയാണെങ്കിൽ പോലും ഈ അസ്വസ്ഥത വളരെയധികം മൂർച്ഛിച്ചു വരുമ്പോൾ, അസ്വസ്ഥത ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മളുടെ പല പല മറ്റു വികാരങ്ങളിലേക്ക് നാം വഴുതി വീഴുക. അത് മൂർധന്യത്തിലാവുമ്പോഴാണ് ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിലും വെട്ടും കുത്തും, അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊല്ലുകയും, അതല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ പത്രങ്ങളിലും മറ്റേ മാധ്യമങ്ങളിലോ കണ്ടതാണ്, കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് തറയിലടിക്കുക, ഇത്തരം സംഭവങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇത് പറയാൻ കാരണം ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശക്തി, അതിൻ്റെ ഒരു തെളിവായിരുന്നു VS അച്യുതാനന്ദന് കേരളം നൽകിയ യാത്രയപ്പ്, അന്ത്യയാത്രയപ്പ്. കാരണം അദ്ദേഹത്തിൻ്റെ 4 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ആ അഭിമുഖത്തിന് അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറയുന്നു 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത്. ആ അമ്മ മരിക്കുന്നത് മസൂരി പിടിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ മസൂരി പിടിച്ച് മസൂരി വന്നു കഴിഞ്ഞാൽ അവന് മരുന്നൊന്നുമില്ല, മരിക്കാൻ വിടുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ VSൻ്റെ അമ്മ മസൂരി പിടിച്ച് കിടക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം VSും തൻ്റെ ജ്യേഷ്ഠനും കൂടെ ദൂരെ നിന്ന് കാണാനായിട്ട് ചെല്ലുന്നു. ആ സമയത്ത് തൻ്റെ അമ്മ ആ ജനാലയ്ക്കരികിൽ വന്ന് അമ്മ ഇങ്ങനെ കൈവീശുന്നു. ആ അവസാനമായി അമ്മ ഈ കൈവീശുന്ന ചിത്രം 100 വയസ്സായിട്ടും, അതല്ലെങ്കിൽ 100-100 വയസ്സിനടുത്തിട്ടും VSൻ്റെ മനസ്സിൽ അതിങ്ങനെ പച്ചയായി നിൽക്കുന്നു എന്നുള്ളതാണ്. അമ്മയുടെ സാന്നിധ്യം ഒരു നിമിഷം പോലും മാറാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ 4 വയസ്സുവരെ VSനെ ആ അമ്മ എങ്ങനെ സ്നേഹിച്ചു, അതൊരു പക്ഷേ VSന് ഓർത്തെടുക്കാൻ കഴിയില്ല. പക്ഷേ അത് VSൻ്റെ ആ ബോധമനസ്സിൽ അല്ലെങ്കിൽ അബോധ മനസ്സിൽ വളരെ ശക്തമായി കിടക്കുന്നു. ആ സ്നേഹനിധിയായ ഒരമ്മ, ആ സ്നേഹം ആ VSന് അങ്ങനെ പങ്കുവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ അമ്മയുടെ ആ ഒരു നിമിഷം അങ്ങനെ ഓർത്തിരിക്കാൻ സാധ്യമല്ല. അത്ര ആ സുദൃഢമായ അമ്മയുടെ ആ സ്നേഹം ആ 4 വയസ്സിനുള്ളിൽ VSലേക്ക് ഇറങ്ങിച്ചെന്നു. അതൊരു നിക്ഷിപ്തമായി അവിടെ കിടന്നു. അതാണ് VSൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീയുമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും, വിശേഷിച്ചും ആണുങ്ങളുടെ, ആ വ്യക്തിയുടെ ആദ്യത്തെ സ്ത്രീയുമായിട്ടുള്ള അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവം
ഇത് അമ്മയുമായിട്ടാണ്. ആ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യാകരണം അല്ലെങ്കിൽ രസതന്ത്രം അനുസരിച്ചിരിക്കും ആ വ്യക്തി മുതിർന്നു കഴിയുമ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. അത് ഭാര്യ ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഒരു ആണിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ്, അല്ലെ അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാർ അസ്വസ്ഥമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ അസ്വസ്ഥത കുട്ടികളിലേക്ക് പകരുന്നത്. ഇന്ന് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും എല്ലാം ഒരേപോലെ അസ്വസ്ഥമായ അമ്മമാരെ നമ്മൾ കാണുന്നു. ഇത്തരം അസ്വസ്ഥമായ അമ്മമാർക്ക് തങ്ങളുടെ കുട്ടികളെ ഈ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നു. അവർക്ക് സാമ്പത്തികമായിട്ടോ ഭൗതികമായിട്ടോ യാതൊരു കുറവുമില്ല. പക്ഷേ ഈ സ്നേഹം എന്നുള്ളൊരു സംഗതി കുട്ടികളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ അസ്വസ്ഥമായി വളരുന്നു. അസ്വസ്ഥമായ മനസ്സ്, സംഘർഷപൂരിതമായ മനസ്സുമായിട്ട് കുട്ടികൾ ഇവിടെ സ്കൂളുകളിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിന് അസ്വസ്ഥമാകുമ്പോൾ മനുഷ്യൻ തേടുന്നത് സ്വസ്ഥതയാണ്. സുഖമില്ലാത്തപ്പോൾ മനുഷ്യൻ സുഖം തേടുന്നത് പോലെ, സന്തോഷമില്ലാത്തപ്പോൾ മനുഷ്യൻ സന്തോഷം തേടുന്നത് പോലെ, സ്വാഭാവികമായിട്ടും അവർ ലഹരിയിലേക്കും അനിയന്ത്രിതമായ രതിവൈകൃതങ്ങളിലേക്കും മറ്റുമൊക്കെ ഈ കുട്ടികൾ ചെന്ന്, കേരളത്തിലെ കുട്ടികൾ, വിശേഷിച്ചും സ്കൂൾ കുട്ടികൾ പോലും ചെന്ന് എത്തുന്നതിൻ്റെ, ഈ മാറിയ കാലത്ത് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അതാണ്. എന്നാൽ VS-ൻ്റെ കാര്യം എടുത്തു നോക്കുക. VS-ഉം ഏകദേശം 4.5 വർഷത്തോളം ഒളിവിലിരുന്നു. സാധാരണ CPM-കാരുടെയൊക്കെ ഒളിവ് ജീവിതത്തിൽ എപ്പോഴും പുറത്തു പറയാൻ വയ്യാത്ത വേറൊരു വ്യക്തിപരമായ ചരിത്രങ്ങൾ പല ഒളിവ് നേതാക്കന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അത്തരം ഒരു ഒളി കഥകളൊന്നും VS-ൻ്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. മാത്രവുമല്ല, എവിടെയാണോ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് കേട്ടുകഴിഞ്ഞാൽ അവിടെ VS എത്തുക സ്വാഭാവികമായിരുന്നു, വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടത്തിൽ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത എടുത്ത് കാണാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. ഒരു ഭദ്രമായ കുടുംബത്തെ, ആ കുടുംബത്തിൻ്റെ ഒരു കുടുംബജീവിതം നയിക്കാൻ VS-നെ പ്രേരിപ്പിച്ചതിൻ്റെ ഘടകവും അതുതന്നെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. അദ്ദേഹം ഏത് രീതിയിലുള്ള കുടുംബജീവിതമാണ് നയിച്ചിരുന്നുള്ളത്. അതും ആ 4 വയസ്സിനുള്ളിൽ ആ അമ്മ ആ മകനിൽ നിക്ഷേപിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ എന്തുകൊണ്ട് അസ്വസ്ഥമാകുന്നതിൻ്റെ കാരണമെന്ന്. ഈ കാരണം സമൂഹത്തിലുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ്. ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അത് അവരിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരിലൂടെയും അല്ലെങ്കിൽ വീട്ടിലെ ആണുങ്ങളിലൂടെയും. ഈ ഭർത്താക്കന്മാരുടെ ആ ഒരു സമീപനമാണ്, ആണുങ്ങളുടെ ഈ സമീപനമാണ് സ്ത്രീകളെ അസ്വസ്ഥമാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലേക്ക് ഈ കുട്ടികളുടെ ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതേപോലെ വയലൻസ്, ഇത്തരം കുട്ടികളാണ്, ഇങ്ങനെ സ്നേഹം കിട്ടാത്ത കുട്ടികളാണ് വയലൻസിലേക്ക് വീഴുന്നത്. അത് നമ്മുടെ ലോക ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഒസാമ ബിൻ ലാദൻ, അദ്ദേഹം ബൗദ്ധികമായിട്ട് മോശക്കാരനൊന്നുമല്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം എടുത്ത് നോക്കിയാൽ അറിയാം. അതേപോലെ നമ്മുടെ ചരിത്രത്തിലെ സ്വേച്ഛാധിപതികളും ക്രൂരമായി പെരുമാറിയിട്ടുള്ള ഭരണാധികാരികളുടെയും കഥയെടുത്ത് നോക്കുക. അവിടെയും നമ്മൾ കാണുന്നത് ഈ അമ്മയും മകനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു സംഘർഷാത്മകമായ ബന്ധമാണ്. അതേപോലൊപ്പം തന്നെ ഒട്ടിയ വയറ്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വിശന്ന് ഷൂസ് പുഴുങ്ങി തിന്നേണ്ടി വന്ന നമ്മൾ ആ ഒരു രംഗം നമ്മൾ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ഒട്ടിയ വയറിൻ്റെ ചൂട് പകർന്ന് തനിക്ക് സ്നേഹം നൽകിയ അമ്മയുമായിട്ടുള്ള സ്നേഹം, ചാർലി ചാപ്ലിൻ, ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹം ഇന്നും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ ലഹരിമരുന്നിൻ്റെ ആണെങ്കിലും സംഘർഷത്തിൻ്റെ ആണെങ്കിലും അനവധി പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റത്തിലേക്ക് മലയാളി സമൂഹത്തിന് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾ ആർത്തലച്ച് ഞങ്ങളുടെ ഒരു രക്ഷകൻ നഷ്ടമായി എന്നൊരു ധാരണയിൽ, എന്തിനു പറയുന്നത്, നക്സലൈറ്റ് നേതാവായിരുന്ന അജിത് പോലും പറയുന്നു ഒരു രക്ഷകർത്താവ് നഷ്ടപ്പെട്ട അനുഭവം വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ
സാഹസികമായ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് അജിത. അവർ പോലും പറയുന്ന ഒരു രക്ഷകർത്താവിനെ നഷ്ടപ്പെട്ട ഒരവസ്ഥ വരുന്നു. അതാണ് അത് യഥാർത്ഥത്തിൽ VS കേരളം അറിഞ്ഞത് VSന്റെ അമ്മ 4 വയസ്സിനുള്ളിൽ VSന് പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ ശക്തിയാണ്.